ഹായ് രുഹാലിയാണ് കേട്ടോ. ഇന്നത്തെ കളക്ഷൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. പ്യുവർ ജോർജറ്റിൽ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു കളക്ഷനാണ്. നല്ലൊരു അഫോർഡബിൾ പ്രൈസും ഫ്രീ ഷിപ്പിങ്ങും ആണ്. നല്ല അടിപൊളി കളേഴ്സാണ്. പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്തോളൂ. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഫോളോ ചെയ്യാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കളർ ഷെയ്ഡ് വരാം റസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഈ ഒരു ഫാബ്രിക് പ്യുവർ ജോർജറ്റ് ആണ്. അതുപോലെ ഒരു ക്രേപ്പ് ജോർജറ്റിന്റെ എഫക്റ്റും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല ഒതുങ്ങിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് വരാം. നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കോ സീക്വൻസ് വർക്കോ ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റുകൾ വേണ്ടവർക്കുള്ള ഒരു നല്ല ഓപ്ഷനാണ്. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ പോകുന്നത്. ഇതുപോലെ വരും. ഇതിൻ്റെ ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരിക. 2.5 meters ആണ് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത്. ഇത് നമുക്ക് ഷാൻറ്റോൺ ബോട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ നോക്കിക്കേ, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ദുപ്പട്ട ഇതുപോലെ പെയർ ചെയ്തിട്ടോ. ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി ഫ്ലവേഴ്സ് വരുന്നുണ്ട്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. 2.4 meters ആണ് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മാംഗോ യെല്ലോ ഷെയ്ഡാണ്. അതിലിങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത്. നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് കൊടുത്തേക്കുന്നത്. 2.5 meters ഉണ്ടാവും ടോപ്പിൻ്റെ ലെങ്ത്ത്. അതുപോലെ ഷാൻറ്റോൺ ബോട്ടാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദുപ്പട്ട പയർ ചെയ്യുന്നത് പോലെയാണ്. ഫുൾ എംബ്രോയിഡറി ഫ്ലവേഴ്സ് സ്കാറ്റേർഡ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയിൽ 2 സൈഡ്സിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ്. ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇതുപോലെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റയർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിൽ നമുക്ക് ഷാൻറ്റോൺ ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരാം. ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റാണി പിങ്ക് ഷെയ്ഡൊന്നല്ല, ഒതുങ്ങിയിട്ടുള്ള കളറാണ്. ക്യൂട്ടായിട്ടും സിമ്പിളായിട്ടുള്ള വർക്ക് ഉള്ളത് കൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ഒരു മെറ്റീരിയൽസിന്. നമ്മൾ പതിവ് കൊണ്ടുവരാറുള്ള മെറ്റീരിയൽസ് പോലെയല്ല, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ഷാൻറ്റോൺ ബോട്ടാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വരുന്നത് നേരത്തെ കാണിച്ചിരുന്ന എംബ്രോയിഡറി വർക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ചെറുതായിട്ടേ ഉള്ളൂ, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. നേരത്തെ കാണിച്ചിരുന്നത് ചെറിയൊരു ഡിഫറൻസ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ഇതിൽ വരുന്നത്. സ്കാലപ്പ് ചെയ്ത ദുപ്പട്ടയാണ്. ഈ ടോപ്പിലുള്ള സെയിം വർക്കിൻ്റെ സ്മോൾ പോർഷനാണ് ദുപ്പട്ടയിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ചെയ്തേക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ വരുന്ന ഒരു ലൈറ്റ് പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ബോട്ടം വരുന്നത് ഷാൻറ്റോൺ ബോട്ടാണ്. ഈ ഒരു പാറ്റേണിൽ വരുന്ന എംബ്രോയിഡറി വർക്കിൽ നമുക്ക് യെല്ലോ കളർ അവൈലബിൾ ആണ് കേട്ടോ. രണ്ട് പാറ്റേൺസിലും യെല്ലോ വരുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ഇതുപോലെ വരും. ബോട്ടം പെയർ ചെയ്യുന്നത് ഷാൻറ്റോൺ ബോട്ടാണ് കേട്ടോ പെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ക്യാമറയിൽ കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട് കളറിന്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു റയർ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഓവറോൾ ലുക്ക് ഇതുപോലെ വരും. ഇതിൽ നമുക്ക് ഷാൻറ്റോൺ ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരാം റസ്റ്റിക് ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ച കുറച്ച് ഡാർക്കർ ടോൺ ആയിരുന്നു. ഇപ്പോൾ വരുന്നൊരു പേസ്റ്റൽ ഓറഞ്ച് ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഓവറോൾ ലുക്ക് ഇതുപോലെ വരും. ഇങ്ങനെയാണ് വരാം. ഇതിൽ നമുക്ക് ഷാൻറ്റോൺ ബോട്ടാണ് പെയർ ചെയ്യുന്നത്. ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുള്ള കളേഴ്സ് അല്ലേ? അപ്പോൾ പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ലൊരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചാണ്. ഫ്രീ ഷിപ്പിങ്ങും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.